വണ്ടൂർ അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്ന് നിയമസഭയിൽ വീണ ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. അത്താണിക്കൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യം അല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് AP അനിൽകുമാർ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. വീണ ജോർജിന്റെ പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് 150-ലധികം വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ജനകീയ സമിതി ബീവറേജ് ഔട്ട്ലെറ്റ് മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങളെന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്നും സ്ത്രീകളും വിദ്യാർത്ഥികളും പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത്. ഞാൻ ആദ്യം അവിടെ പരാതി കൊടുത്താണ് ഈ ബീവറേജിനെതിരെ. പക്ഷെ ആ പരാതി കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് പരാതി കൊടുത്ത്. ഫസ്റ്റത്തെ പരാതിയിൽ ഞാൻ ഈ റോട്ടിലൂടെ എന്നും സ്കൂൾ വിട്ട് പോകുന്ന ആളാണ്. എന്നും സ്കൂൾ വിട്ട് പോകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഒരു ദിവസം ഞാൻ പോയപ്പോൾ 3 ആൾക്കാർ ഒരു ഓട്ടോറിക്ഷയിലിരുന്ന് കൊടുക്കുന്നത് കണ്ടു. അതിൽ ഞാൻ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞ്, അതിൽ ഉമ്മ പറഞ്ഞു നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓളെ ശ്രദ്ധിച്ചോ പറഞ്ഞു. അതിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷൻ കൊടുക്കാനും വിളിച്ചു. എന്നെ അവിടേക്ക് വിളിച്ചാണ്ട് കൊടുക്കാൻ പറഞ്ഞാണ്ടിനെ വിളിച്ച്. അതിൽ ഞാൻ പേടിച്ച് ഓടി ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നോക്കട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാറ്. 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ ഞാൻ സ്കൂളിൽ പോകുന്നപ്പോൾ തന്നെ ഒരാൾ കാറിൽ നിന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടപ്പോൾ നമ്പർ പ്ലേറ്റ് ഇതാക്കി വീട്ടിൽ ചെന്ന് പോലീസിനെ എന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ആദ്യം ഒരു പരാതി തന്നിനി, ഇപ്പോഴും ഞാൻ രണ്ടാമത് കണ്ടപ്പോൾ ഈ പരാതി തന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റത്തെ പരാതിയിൽ നിന്നെയും കാണുന്നുണ്ട്, ആ വണ്ടിയും കാണുന്നുണ്ട്, പക്ഷേ നമ്പർ പ്ലേറ്റ് കിട്ടണില്ല. പിന്നെ എന്തിനാ അവരിവിടെ ഇത് വെക്കണത്, ക്യാമറ CCTV വെക്കണതിന് കാര്യം വേണ്ടേ? ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.